അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. ഷമീർ നടക്കുകയാണ്. അതെ, തൻ്റെ വീട്ടുകാരെ ഉപദ്രവിച്ച് ആ ഒരു രാജേഷിനെ തിരഞ്ഞ് എൻ്റെ ഉമ്മയുടെ കഴുത്തിന് പിടിച്ച് എന്തിനു വേണ്ടിയിട്ടായിരുന്നു റബ്ബേ ഞാൻ എന്താണ് അവനോട് ചെയ്ത ഉപദ്രവം? എന്നാൽ ഉമ്മ വിളിക്കുന്നുണ്ടായിരുന്നു, പൊന്നു മോനെ, ഉമ്മാൻ്റെ കുട്ടി പോവല്ലേ, ഉമ്മാൻ്റെ കുട്ടി പോവല്ലേ. ഉമ്മാൻ്റെ മോനക്ക് മരിക്കാൻ ധൈര്യമില്ല ഉമ്മ. പക്ഷേ വെറുതെ ഉപദ്രവിച്ചവരെ വെറുതെ വിടാനും ഞാൻ ഒരുക്കമല്ല. എനിക്ക് ചോദിക്കണം, എന്തിനാണ് എൻ്റെ ഉമ്മയെ ഉപദ്രവിച്ചതെന്ന്. പൊന്നു മോനെ, ഉമ്മാൻ്റെ കുട്ടി പോവല്ലേ, ഉമ്മാൻ്റെ കുട്ടി അത് പൊരുത്തപ്പെട്ട് കൊടുത്തേക്ക് പഠിച്ചവനെ. ഉമ്മ ഏറി വന്നാൽ ഉമ്മാൻ്റെ മോന് പഠിച്ചവൻ്റെ അടുത്തേക്ക് യാത്ര ആവും, അതല്ലേ ഉള്ളൂ. മരണത്തിന് ഭയമില്ല ഉമ്മ എനിക്ക്. അതെ, ധീരനായ മകനായിട്ട് മരിക്കാൻ എന്താ എനിക്ക്. ഉമ്മാക്ക് ആഗ്രഹമല്ലേ എൻ്റെ കുഞ്ഞ് ധീരനായി മരിക്കണം എന്നുള്ളത്? മോനെ, ഉമ്മാൻ്റെ കുട്ടി പോയ ഉമ്മക്ക് ആരാ? ഉമ്മ അള്ളാഹു ഉണ്ട്, ഉമ്മ ഒന്നുകൊണ്ട് ഭയക്കില്ലേ. ആ നിമിഷം തന്നെ ഉമ്മ ദുആ ചെയ്തു, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും. എന്നാൽ ഈ സമയം ആ സ്ഥാപനത്തിലേക്ക് അവൻ കയറി ചെല്ലുകയാണ്. ഗേറ്റ് അടച്ചിട്ടില്ലായിരുന്നു. അവൻ അതുവഴി കയറി ചെന്നു. എന്നാൽ അവിടെ ചെന്ന് ഉറക്കെ ചോദിച്ചു, എൻ്റെ ഉമ്മയെ ഇവിടെ ആരാണ് ഉപദ്രവിക്കാൻ ധൈര്യം കാണിച്ചത് എന്നുള്ള ആ ചോദ്യത്തിന് മുമ്പിൽ അവിടെ നിന്ന് ഒരു സ്ത്രീ കടന്നു വരുന്നു. ആരാണ്? അതെ, എൻ്റെ ഉമ്മയെ നല്ല രീതിയിൽ ഒരാൾ ഉപദ്രവിച്ചിട്ടുണ്ട്, ഇവിടുത്തെ ആളാണ്. അവനെവിടെ? അത് അദ്ദേഹത്തിന് തലക്കെന്തോ ക്ഷതമൊക്കെ ഏറ്റിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ട്. ഓ, ഓക്കെ. അപ്പോൾ അങ്ങനെയാണല്ലേ. എന്ത് കാര്യത്തിനാണ് എൻ്റെ വീട്ടിലേക്ക് കടന്നു വന്നാവോ? ഏത് ഹോസ്പിറ്റലാണെന്ന് വെച്ചാൽ സിറ്റി ഹോസ്പിറ്റലാണെന്ന് തോന്നുന്നത്. അതിനെക്കുറിച്ച് എന്തൊക്കെ തന്നെയാലും അഥവാ തിരിച്ചു വരികയാണെങ്കിൽ ഞാനിങ്ങോട്ട് വന്നിരുന്നു എന്ന് പറഞ്ഞേക്കണം കേട്ടോ. അത് പറഞ്ഞുകൊണ്ട് അവൻ അവിടെ നിന്നും ഇറങ്ങുന്നു. എന്നാൽ ഒരു നിമിഷം ആ സ്ത്രീ വിചാരിക്കുന്നു, ഇതിപ്പോൾ അല്ല, സീനത്ത് രക്ഷപ്പെട്ടത്, അതിനെക്കുറിച്ച് വേണ്ട, അവളെവിടേക്കാ പോയത്? ഏതായാലും ഈ കാലമാടൻ്റെ മുമ്പിൽ നിന്ന് രക്ഷപ്പെട്ടല്ലോ, അതും വലിയൊരു ഭാഗ്യം തന്നെ. എൻ്റെ ദൈവേ, ഇനി എണീക്കാൻ കഴിയാഞ്ഞാൽ മതിയായിരുന്നു. അതെ, ശരിക്ക് ആ ബോധം പിന്നെ നിങ്ങോട്ട് വരരുത്. എന്നാൽ തന്നെ ഇവിടെയുള്ള കുട്ടികളൊക്കെ ഉണ്ട് അഴിച്ചു വിടായിരുന്നു സമാധാനത്തിൽ. ഈ കുട്ടികളൊക്കെ ചതിയിൽ പെട്ട് ഇവിടെ വന്ന് കിടക്കുകയാണ്. വല്ലാത്തൊരു കുട്ടികളായിപ്പോയി ഇത്. എന്നാൽ അദ്ദേഹം വീട്ടിലേക്ക് തിരിച്ചു നടക്കുന്നു. അതെ, എൻ്റെ ഉമ്മാക്കും അവൾക്കും വാങ്ങിയ ഡ്രസ്സും സാധനങ്ങളുമെല്ലാം കൊടുക്കണം. അതൊന്നും ശരിക്ക് കൊടുക്കുവാനും കാണിച്ചു കൊടുക്കാനും കഴിഞ്ഞില്ല. അദ്ദേഹം വളരെയധികം സന്തോഷത്തോടു കൂടി എന്നാൽ മനസ്സിൽ അല്പം ഭയത്തോടും കൂടിയും ആ കൊച്ചുകുടിലേക്ക് കടക്കുന്നു. എന്നാൽ ഉമ്മ അവിടെ കരഞ്ഞ് പ്രാർത്ഥിക്കുകയായിരുന്നു, അല്ലാ, എൻ്റെ കുട്ടിയെ നീ കാത്തു രക്ഷിക്കല്ല ഉമ്മ. അതെ, തൻ്റെ പൊന്നുമോൻ്റെ ആ ശബ്ദം കേട്ട് ഉമ്മ വന്നു. മോനെ, ഉമ്മ, എൻ്റെ കുട്ടിക്കൊന്നും പറ്റിയില്ലല്ലോ? ഇല്ലുമ്മ, അവനവിടെ ഇല്ല. പൊന്നുമോനെ, എന്താടാ എൻ്റെ കുട്ടി, അതിലൊന്ന് ചെന്ന് ചാടല്ലേ? ഇല്ലുമ്മ, പക്ഷേ എൻ്റെ ഉമ്മയെ തൊട്ട് കഴിഞ്ഞാൽ എൻ്റെ നെഞ്ചത്താണ് അത് കൊള്ളുന്നത്. അതെ, എൻ്റെ നെഞ്ചാണ് വല്ലാതെ വേദനിക്കുക, എൻ്റെ നെഞ്ചിൽ തീയാണുമ്മ. എൻ്റെ ഉമ്മാക്ക് എന്തേ പറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഒരു മോനുണ്ടായിട്ട് എന്ത് കാര്യം? മോനെ, ഉമ്മാൻ്റെ കുട്ടിയൊന്നും വിചാരിക്കല്ലേ. ഇനി ഉമ്മാക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാലും ആ പെണ്ണിനെ മോനെ സംരക്ഷിക്കണം. ഉമ്മയുടെ ആ ഒരു വാക്ക് കേട്ട് ശരിക്കും അവൻ ഞെട്ടിപ്പോയി. ഉമ്മ, അതേ മോനെ, ആരാരുമില്ലാത്ത ആ പെൺകുട്ടിയെ പൊന്നു മോനെ നീ രക്ഷിക്കണം. പടച്ചവൻ്റെ ഭാഗത്തുനിന്ന് അനക്ക് അതിനുള്ള കൂലി ഉണ്ടാവും. ഉമ്മയുടെ ആ ഒരു വാക്ക് കേട്ട് ഒരു നിമിഷം അവൻ എന്ത് ചെയ്യണമെന്നറിയാതെ നിസ്സഹായനായി നിന്നുപോയി. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന ആ കവർ എടുത്തുകൊണ്ട്, സീനത്തെ, ഇവിടെ ഒരു അവൾ പതുക്കെ അങ്ങോട്ടെത്തി. ഇത് നിനക്കുള്ളതാണ്, നിനക്കുള്ള നിസ്കാര കുപ്പായം, നിനക്കുള്ള ഡ്രസ്സ്, പിന്നെ പുറത്ത് പോകുമ്പോൾ ഇടുവാനുള്ള പർദ്ദ, നിഖാബ്, അതെല്ലാം അതിലുണ്ട്. ഇവിടെ നിന്ന് പുറത്തിറങ്ങണമെങ്കിൽ അത് ധരിച്ചുകൊണ്ട് തന്നെ പുറത്തിറങ്ങണം. അല്ലാത്ത പക്ഷം അതൊരു വലിയ പ്രശ്നമായി തീരും. മനസ്സിലായല്ലോ? അവൾ അത് വാങ്ങി
ഒരു നിമിഷം അവൾക്ക് സന്തോഷം തോന്നി. റബ്ബേ, ഈ ഡ്രസ്സാകെ കീറി പറഞ്ഞിരിക്കുന്നു. അതെ, 1-2 കൂട്ട് ഡ്രസ്സ് കിട്ടിയിരുന്നെങ്കിൽ എന്ന് വിചാരിച്ച് പോവുമായിരുന്നു. എന്നാൽ വീട്ടിൽ നിന്ന് ധരിക്കുവാനുള്ള ഡ്രസ്സും അത് പുറത്തു പോകുമ്പോൾ ഇടുവാനുള്ളതും നിസ്കാരക്കുപ്പായവും അത് കിട്ടിയപ്പോൾ തന്നെ അവൾക്ക് മനസ്സിന് വല്ലാത്ത റാഹത്തായി. കാരണം ഉമ്മയുടെ അനുസ്കാര കുപ്പായത്തിലായിരുന്നു ഞാൻ നിസ്കരിച്ചിരുന്നത്. റബ്ബേ, എന്നാലും മാഷാ അല്ലാ, അൽഹംദുലില്ലാ. എന്നാൽ ഈ സമയം അതാ നമ്മുടെ സഹറ ബത്തൂലും ഷെഫി ഉസ്താദും രാത്രിയുടെ യാമങ്ങളിൽ അവർ അവരുടെ ആ ഒരു സുഖകരമായ ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുകയായിരുന്നു. വളരെയധികം സ്നേഹത്തോടു കൂടെ തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ കെട്ടിപ്പിടിച്ച് അവൾ കിടക്കുകയാണ്. അതെ, അവൻ്റെ കൈകളിൽ തലവെച്ചുകൊണ്ട് അവൻ്റെ നെഞ്ചിൽ മുഖമമർത്തിക്കൊണ്ട് നമ്മുടെ സഹർ ബത്തൂലും ആ ഒരു സന്ധ്യയിൽ മയങ്ങുകയാണ്. വളരെയധികം തണുപ്പുള്ള ആ ഒരു രാത്രിയിൽ, അതെ, അത്യധികം സുഖകരമായ ആ ഒരു നിമിഷങ്ങളിൽ ഒരു നിമിഷം ഷെഫി ഉസ്താദ് എന്തൊക്കെയോ സ്വപ്നം കാണുകയാണ്. തൻ്റെ മുമ്പിലേക്ക് കറുത്ത ഹിജാബ് ധരിച്ചുകൊണ്ട് ഒരു പെണ്ണ് ഓടി വന്ന് തൻ്റെ അരികിലേക്ക് വന്ന് കിടന്ന് കരയുന്ന കാഴ്ചയാണ് കണ്ടത്. ഒരു നിമിഷം ഉസ്താദ്, പെണ്ണേ, നീ ആരാണ്? ഉസ്താദേ, ഞാൻ എന്നെ മറന്നുപോയല്ലേ. പറ പെണ്ണേ, നീ ആരാണ്? നിൻ്റെ മുഖം എനിക്ക് വ്യക്തമാകുന്നില്ല. എനിക്ക് നീ ആരാണെന്ന് അറിയാൻ കഴിയില്ല. അതെ, ഷെഫി ഉസ്താദിൻ്റെ കാൽക്കൽ വന്ന് വീഴുകയായിരുന്നു. കരഞ്ഞുകൊണ്ട് അവൾ അപേക്ഷിക്കുകയാണ്, എന്നോട് ക്ഷമിക്കണം, എന്നോട് ക്ഷമിക്കണം. എന്നാൽ തൊട്ടു പിറകിലായിക്കൊണ്ട് അതാ ഉമ്മച്ചി എന്ന് പറഞ്ഞ് ഒരു പൊന്നുമോൻ അതാ ഓടി വരുന്നു. അതെ, ആ മാതാവിൻ്റെ അരികിലേക്ക് ആ മാതാവിനെ വാരിയെടുത്ത് നെഞ്ചോട് ചേർത്ത് ചുംബിക്കുന്നു. ഒരു നിമിഷം ഉസ്താദ് ഞെട്ടിപ്പോയി. യാ അല്ലാ, പഠിച്ചോനെ, എന്താ ഞാൻ കണ്ട സ്വപ്നം? എന്താണ്? ഓഹ്, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു ലയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തുൻ എന്ന് ആയത്തുൽ കുർസി ഓതിക്കൊണ്ട് അദ്ദേഹം അതാ തൻ്റെ ഇടതു ഭാഗത്തേക്ക് 3 പ്രാവശ്യമായിട്ട് ഓതുകയാണ്. യാ അല്ലാ റഹ്മാനെ. എന്നാൽ ബത്തൂൽ, ഇക്ക, എൻ്റെ ഷെഫി. ആ, എന്താ പെണ്ണെ, എന്താ അങ്ങെണീറ്റിരുന്നത്? ഏയ്, ഒന്നുമില്ല. എന്തു പറ്റി? അവളും കൂടെ തന്നെ എഴുന്നേറ്റു. എന്തു പറ്റി? അതെ, ഷെഫി ഉസ്താദിൻ്റെ ആ മുടിയിഴകളിലൂടെ അവൾ തലോടിക്കൊണ്ടിരുന്നു. എന്തു പറ്റിക്ക? എന്താ, എന്ത് സ്വപ്നം കണ്ടോ? ഞാൻ എന്തൊക്കെയോ കണ്ടു പെണ്ണേ. സത്യമായിട്ടും സാരല്ല കേട്ടോ. അപ്പോൾ ഒന്നും ചൊല്ലി ഒതുക്കി കിടന്നിട്ടില്ലേ? പിന്നെന്താ, അതുകൊണ്ടൊന്നല്ലടി. അറിയില്ല. എന്ത് കണ്ടത്? ഒന്നുമില്ല. ഒരു പൊന്നുമോന് എൻ്റെ അരികിലേക്ക് ഓടി വരുന്ന ആ ഒരു കാഴ്ച. ഒരു നിമിഷം അവൾ പറഞ്ഞു, അല്ല മാഷാ അല്ലാ, മോനോ? ഓഹ്, എത്ര കാണും? പിച്ച് വെച്ച് നടക്കുകയാണ്. അതെ, നടക്കാനാവുന്നേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ അത് ഷെഫി ഉസ്താദിന് സങ്കടം സഹിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ തുള്ളികൾ അതാ ഉറ്റി വീഴുമ്പോൾ അവൾ പറഞ്ഞു, എൻ്റെ പ്രിയപ്പെട്ടവരെ, അങ്ങ് എന്തിനാ കരയുന്നത്? അങ്ങ് എന്തിനാ കരയുന്നത്? അങ്ങക്ക് എന്താണ് വേണ്ടത്? എൻ്റെ പെണ്ണെ, ഞാൻ എൻ്റെ കാര്യങ്ങൾ നിനക്കറിയാവുന്നതല്ലേ? അതെ, തീർച്ചയായും. എനിക്ക് തോന്നുന്നു അത് സാരമില്ല. നിങ്ങൾ വിഷമിക്കല്ലേ. അതെ, ഒരിക്കലും നിങ്ങൾ വിഷമിക്കല്ലേ. നിങ്ങളുടെ സന്തോഷം അതാണ് എൻ്റെ സന്തോഷം, എൻ്റെ ഷെഫിക്ക. സത്യമായിട്ടും അതെ, അങ്ങയുടെ സന്തോഷത്തിൻ്റെ കൂടെ എപ്പോഴും ഞാനുണ്ടാകും. അതെങ്ങനെ തന്നെ ആയാലും. സത്യം പറഞ്ഞാൽ അവളുടെ ആ ഒരു വാക്ക്, അത് നിഷ്കളങ്കമായ പെണ്ണിൻ്റെ ഒരു വാക്ക് കേട്ടപ്പോൾ ഷെഫി ഉസ്താദിൻ്റെ ഹൃദയം തകർന്നു പോയി. മോളെ, എൻ്റെ ബത്തൂൽ, അള്ളാഹു എനിക്ക് കനിഞ്ഞരുളിയത് കണ്ടോ നിന്നെ. എനിക്ക് പഠിച്ച റബ്ബാണ് എനിക്ക് നിന്നെ തന്നത്. സത്യമായിട്ടും എന്നെ ഇത്രയധികം സ്നേഹിക്കുന്നൊരു പെണ്ണിനെ, എൻ്റെ ഷെഫിക്ക, പിന്നെ ആരെയാ സ്നേഹിക്കുക? അങ്ങല്ല എൻ്റെ ഉസ്താദ്, അങ്ങല്ല എനിക്ക് അറിവ് പറഞ്ഞു തന്നത്. അതെ, എൻ്റെ കണ്ണിന് കാഴ്ച വരെ കിട്ടാൻ കാരണക്കാരൻ അങ്ങയുടെ പ്രാർത്ഥനയല്ലേ.
സഹർ ബത്തൂലിനെ പ്രിയപ്പെട്ട ഉസ്താദ് നെഞ്ചോട് ചേർത്തു. അവളുടെ മനോഹരമായ മുടിയിഴകളിലൂടെ ഉസ്താദ് തലോടി. എൻ്റെ ബത്തൂൽ, അള്ളാഹു എനിക്ക് തന്ന നിധിയാണ് നീ. അവളുടെ ആ മനോഹരമായ കണ്ണുകളിൽ അതാ ഉസ്താദ് ചുംബനങ്ങൾ അർപ്പിക്കുന്നു. അതെ, അള്ളാഹു നൽകിയ നിഅമത്ത് നമുക്കാർക്കും ഒരു കഴിവുമില്ല അല്ലേ? അള്ളാഹു നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങളെ നമ്മളൊരിക്കലും തട്ടിക്കളയാൻ പാടില്ല. എൻ്റെ പെണ്ണെ, എനിക്ക് പടച്ച റബ്ബ് തന്നതാണ് ഈ സൗകര്യങ്ങളും, അതെ, അതിലൊരു രാജകുമാരിയും എല്ലാം. അതെ, ഇത്രക്കും നല്ല സൗകര്യമുള്ളൊരു വീട് ഞാൻ എൻ്റെ സ്വപ്നത്തിൽ പോലും കണ്ടിട്ടില്ല. സത്യമായിട്ടും ഞാൻ ഇന്നിവിടുത്തെ ഒരു രാജകുമാരനെ പോലെ വാഴുകയാണ് പെണ്ണെ. സത്യമായിട്ടും അള്ളാഹു എനിക്ക് നൽകിയ അനുഗ്രഹമല്ലേ ഇതൊക്കെ. ബത്തൂൽ അതാ ഷെഫി ഉസ്താദിനെ തൻ്റെ മടിയിൽ തലവെച്ച് കിടക്കുവാൻ പറയുന്നു. അതേ, ബത്തൂലിൻ്റെ മടിയിൽ തലവെച്ച് ഷെഫി ഉസ്താദ് അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു, എൻ്റെ പെണ്ണെ, എന്ത് മഞ്ചാണ് നീ അല്ലേ? ഇക്ക, അത് അങ്ങല്ലേ എന്നെ ഇങ്ങനെ ആക്കിയത്? അതെങ്ങനെ? ഖുർആൻ എനിക്കെപ്പോഴും പാരായണം ചെയ്തു തന്ന് അത് എന്നെ കൂടുതൽ പഠിപ്പിച്ച് നല്ല രീതിയിൽ ആക്കിയത് എൻ്റെ പ്രിയപ്പെട്ട ഇക്ക തന്നെയല്ലേ ഷിഫിക്ക? സ്നേഹത്തോടെ തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ ആ ഒരു വാക്ക് കേട്ട ഉസ്താദിൻ്റെ മനസ്സിൽ അതാ പെട്ടെന്ന് ആ മുഖം കടന്നു വന്നു. അത് തൻ്റെ മുമ്പിലേക്ക് ഹിജാബ് അണിഞ്ഞുകൊണ്ട് ഓടി വന്ന് കരഞ്ഞ് തളർന്ന് പറയുന്ന ആ പെണ്ണിൻ്റെ മുഖം, തൻ്റെ മുന്നിലേക്ക് നടന്നു വരുന്ന ആ ഒരു പൊന്നുമോൻ. അതെ റബ്ബേ, എന്തായിരിക്കും അതിൻ്റെ പൊരുൾ? ഷെഫിക്ക, വിഷമമൊന്നുമില്ലല്ലോ? എന്നാൽ കിടന്നോളൂ കേട്ടോ. അങ്ങനെ ഇതാ അവർ രണ്ടുപേരും വീണ്ടും ഉറക്കത്തിലേക്ക് വഴുതി വീഴുകയാണ്. ദിക്റുകളും സ്വലാത്തുകളും ചൊല്ലിക്കൊണ്ട് അവരുടെ ആ ഉറക്കം അള്ളാഹുവിന് വേണ്ടിയാക്കി തീർക്കുകയാണ് അവർ. എന്നാൽ അതാ ഉസ്താദ് വീണ്ടും ഉറക്കത്തിലേക്ക് വഴുതി വീഴുന്നു. അല്ലാഹ് പഠിച്ചോനെ, അതെ, തൻ്റെ പ്രിയപ്പെട്ട സഹർ ബത്തൂലിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അദ്ദേഹം വീണ്ടും ഉറങ്ങുമ്പോൾ പെട്ടെന്നതാ തൻ്റെ മുമ്പിലേക്ക് പുഞ്ചിരിച്ചുകൊണ്ട് ഒരു യുവാവ് കടന്നു വരുന്നു. എന്നാൽ ഗർഭിണിയായ ഒരു പെണ്ണും അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ട്. അതെ, ഒരു നിമിഷം അയാൾ പറയുകയാണ്, ഒന്നുകൊണ്ട് ഭയക്കണ്ട, ഇവളെ ഞാൻ സംരക്ഷിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ കൈ പിടിച്ചുകൊണ്ട് അതാ അവൻ നടന്നു പോകുന്നു. ഒരു നിമിഷം അതാ വീണ്ടും ഷെഫി ഉസ്താദ് ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണരുകയാണ്. എന്നാൽ ബത്തൂലിനെ ഒരിക്കലും ഉണർത്തണ്ട എന്ന് കരുതിയിട്ട്, പക്ഷേ അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത് മറ്റൊന്നും ആയിരുന്നില്ല. നേരത്തെ കണ്ട സ്വപ്നവും ഇപ്പോൾ കണ്ട സ്വപ്നവും, റബ്ബേ, അതധികം മാറ്റമില്ല. എന്തോ ഒരു കാര്യമുണ്ടല്ലോ കാര്യമായിട്ട്. റബ്ബേ, ഞാൻ കണ്ട സ്വപ്നം അത് നല്ലൊരു സ്വപ്നമായിരുന്നു. അതെ, ഗർഭിണിയായ പെണ്ണിനെ ഒരു യുവാവ് സംരക്ഷിക്കുന്നത്, അവളുടെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് നല്ലൊരു സ്വാലിഹായ മനുഷ്യൻ തൻ്റെ മുമ്പിലേക്ക് വന്ന് അവളെ കൈപിടിച്ച് കൊണ്ടുപോകുന്നത്. ഒരു നിമിഷം ഉസ്താദ് വിചാരിച്ചു, റബ്ബേ, അത് സീനത്തിൻ്റെ അവസ്ഥയായിരിക്കണേ അല്ലാ, ഒരിക്കൽ പോലും അവൾ ശിക്ഷ അനുഭവിക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. ശരിയാണ്, എന്നെയൊക്കെ ഉപേക്ഷിച്ച് പോയതാണ്, എന്നാൽ റബ്ബേ ശിക്ഷിക്കണ്ട, അവരവരുടെ ഇഷ്ടം പോലെയൊക്കെ ജീവിച്ചോട്ടെ. ഷെഫി ഉസ്താദ് ആ പാതിരാത്രിയിൽ ഹൃദയം പൊട്ടി ദുആ ചെയ്തു. ഒരു പക്ഷേ ഷെഫി ഉസ്താദിൻ്റെ ആ പ്രാർത്ഥന കൊണ്ടായിരിക്കാം ഷമീറിൻ്റെ വീട്ടിലേക്ക് അവൾ എത്തിയതും അവർ അവിടെ അവൾക്ക് സംരക്ഷണം നൽകിയതും. അത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എല്ലാത്തിനും ഉത്തരം കിട്ടുമല്ലോ. ഷെഫി ഉസ്താദ് പടച്ച റബ്ബിനോട് കരഞ്ഞു പറഞ്ഞു, അല്ലാഹ്, എൻ്റെ ഭാര്യയെക്കുറിച്ചാണ് ഞാൻ ആ സ്വപ്നം കണ്ടിട്ടുണ്ടെങ്കിൽ റബ്ബേ, അവൾ നീ ഒരിക്കലും ബുദ്ധിമുട്ടാക്കല്ലേ അല്ലാ, സുഖജീവിതം അവൾക്ക് നീ കൊടുക്കല്ല. അവൾ വിചാരിച്ച രീതിയിൽ ഷെഫി ഉസ്താദ് അതാ തഹജ്ജു നിസ്കരിക്കുവാൻ വേണ്ടി എഴുന്നേൽക്കുന്നു. പെട്ടെന്ന് ബത്തൂൽ, ഇക്ക സമയമായോ? സമയമായിട്ടില്ല, എൻ്റെ മോള് കുറച്ചുകൂടെ കിടന്നോ കേട്ടോ, ഞാൻ ഒന്ന് എഴുന്നേറ്റ് അല്പം ഖുർആൻ പാരായണം ചെയ്യട്ടെ പെണ്ണെ.
ഇക്ക അതെന്തെന്ന് നേരത്തെ ഒന്നും ഉണ്ടായിട്ടില്ല. എന്നാലും അങ്ങയുടെ മനസ്സിൽ എന്തോ ഒന്നുണ്ടല്ലോ. ഇന്നലെ രാത്രി തന്നെ ഞാൻ അത് ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ. എൻ്റെ പെണ്ണെ, ഞാൻ കണ്ട സ്വപ്നം അത് അതിനെക്കുറിച്ചാണ് പെണ്ണെ. അതിനെക്കുറിച്ച് പടച്ച റബ്ബിനോട് പ്രാർത്ഥിക്കുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ. ഷെഫി ഉസ്താദ് അതെങ്ങനെയൊക്കെയോ പറഞ്ഞു തീർത്തു. ഒരു നിമിഷം സഹർ ബത്തുൽ പറഞ്ഞു, എൻ്റെ പ്രിയപ്പെട്ട ഇക്ക, അങ്ങയുടെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ അത് നടക്കട്ടെ കേട്ടോ. അങ്ങക്കെതിരായിട്ട് ഞാനൊന്നും പ്രവർത്തിക്കില്ല. അങ്ങ് എന്താണ് പറയുന്നത് അതിനനുസരിച്ചായിരിക്കും എൻ്റെ ജീവിതം. അതെ, ശരിക്കും പറഞ്ഞ ഷെഫി ഉസ്താദിന് അവളുടെ വാക്ക് കേട്ടപ്പോൾ മനസ്സിന് വല്ലാത്തൊരു സന്തോഷമാണ് വന്നത്. റബ്ബേ, അല്ലാ, ഒരുത്തി അങ്ങനെയാണെങ്കിൽ രണ്ടാം ഭാര്യ ഇത്രക്കും മനോഹരമായ സ്വഭാവത്തിനുടമയായിരിക്കുകയാണല്ലോ. റബ്ബേ, അല്ലാ, അൽഹംദുലില്ലാ. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. എങ്ങനെയായിരിക്കും ഇനി അവൻ അവളെ സംരക്ഷിക്കുക? ഏത് രീതിയിൽ ഷമീർ സീനത്തിനെ കാണും? നമുക്ക് കാത്തിരുന്ന് കാണാം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, പലയിടത്തും പേര് മാറിപ്പോയിട്ടുണ്ട് കേട്ടോ. ഇന്നലത്തെ കഥയിലൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ ക്ഷമിക്കണം കേട്ടോ. ഇൻഷാ അല്ലാ. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.